നമസ്കാരം. ഇന്ന് NOSൻ്റെ 12ാമത്തെ ചാപ്റ്ററാണ് ഇഫ് ഐ വേർ യു, ഞാൻ നീയായിരുന്നെങ്കിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതൊരു ഡ്രാമറ്റിക് സ്റ്റോറിയാണ്, ഒരു ചെറിയൊരു ത്രില്ലർ പോലെയുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ഇംഗ്ലീഷ് സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തീം കൊണ്ട് ഒരു നീട്ടി ഒരു വലിയ സ്റ്റോറിയാക്കി കൊണ്ടുപോകുമായിരിക്കും. തീമൊക്കെ ചെറിയ തീമായിരിക്കും, വളരെ സിമ്പിൾ തീമായിരിക്കും, പക്ഷേ അതൊരു സസ്പെൻസ് ത്രില്ലറായിട്ട് കൊണ്ടുപോകും. അതാണ് ഒരു ഇംഗ്ലീഷ് ഡ്രാമയുടെ പ്രത്യേകത. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാൻ. എന്താ സ്റ്റോറി നോക്കാം. സെക്ഷൻ ഫസ്റ്റിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജെറാർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു വ്യക്തി അകത്തേക്ക് കയ്യിൽ റിവോൾവറുമായിട്ട് കടന്നു വരികയാണ്. ഏകദേശം ജെറാൾഡിനെ പോലെ തന്നെ സാമ്യം തോന്നുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന ഒരു റിവോൾവറുമായിട്ട് അകത്തേക്ക് കയറി വരികയാണ്. ഇത് നടക്കുന്നത് ഒരു കോട്ടേജിലാണ്. അപ്പോൾ ആ കോട്ടേജിനെ കുറിച്ച് വിവരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന്, ആ കോട്ടേജ് എങ്ങനെയാണെന്നുള്ളത് വിവരിക്കുകയാണ്. കർട്ടൻ ഇട്ടിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഈ കോട്ടേജ്. അപ്പം ഫർണിച്ചറൊക്കെ ഉണ്ട്. ആ വേറൊരു ഡോറ് കൂടിയുണ്ട്. കർട്ടൻ ഇട്ടതിന് പിറകിലായിട്ട് വേറൊരു ഡോറും കൂടിയുണ്ട്. ഫർണിച്ചറുണ്ട്, സിമ്പിൾ ഫർണിച്ചേഴ്സാണ് എല്ലാം. ചെറിയ രീതിയിലുള്ള ഫർണിച്ചറാണ്. ചെറിയൊരു ടേബിളുണ്ട്. ടേബിളിൻ്റെ മുകളിലൊരു ടെലഫോണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെയറാണുള്ളത്. റൈറ്റിലായിട്ട് ദിവാനുണ്ട്. ലെഫ്റ്റിലാണ് ടേബിള്, റൈറ്റിലായിട്ട് ദിവാനും ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ സിറ്റുവേഷനിലെ ഫർണിച്ചർ എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിൽ കർട്ടൻ ഉയരുന്ന സമയത്ത് ജെറാൾഡ് ടേബിളിനരികത്തായുള്ള ഫോണിൽ സംഭാഷണത്തിലാണ്. അദ്ദേഹത്തിന് കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. മീഡിയം ഹൈറ്റ്, ഹോൺ റിംഡ് ഗ്ലാസ്, അതായത് ഗ്ലാസ് സ്പെക്സ് വെച്ചിട്ടുണ്ട്. കൊമ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്ലാസ്സാണ് ധരിച്ചിരിക്കുന്നത്. ലോങ് സ്യൂട്ടും ഒരു ഓവർ കോട്ടും ധരിച്ചിട്ടുണ്ട് എന്നതാണ് അയാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത് മാന്യമായ രീതിയിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ മാന്യമായ രീതിയിലുള്ള സംഭാഷണമാണ്. കോളൊക്കെ കഴിഞ്ഞ് ഫോൺ അവിടെ വെച്ച് അദ്ദേഹം റൈറ്റിലേക്കുള്ള ദിവാനിലേക്ക് ഇരുന്നു. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലിംഗ് ബാഗ് ഉണ്ട്. ആ ട്രാവലിംഗ് ബാഗ് പാക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കർട്ടൻ പൊക്കുമ്പോൾ കാണുന്നത്. പാക്കിങ്ങിൻ്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു വ്യക്തി സഡനായിട്ട് അകത്തേക്ക് എൻ്റർ ആവുന്നു. കയ്യിലൊരു റിവോൾവർ ഉണ്ട്. അദ്ദേഹം ഒരു ഓവർ കോട്ടും ഒരു ഹാറ്റും ധരിച്ചിട്ടുണ്ട്. ഒരു ഓവർ കോട്ടും ഒരു തൊപ്പിയും ധരിച്ചൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇയാൾ ടേബിളിനടുത്തേക്ക് എത്തി. ആ ശബ്ദം കേട്ടിട്ടാണ് ജെറാർഡ് ടേൺസ് ക്വിക്ക്ലി. ജെറാർഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഇയാളുടെ ശബ്ദം കേട്ടിട്ടാണ്, ഇയാൾ വരുന്ന ശബ്ദം കേട്ടിട്ടാണ് വരുന്നത്. പിന്നീട് ഇതിൽ കൊടുത്തിരിക്കുന്ന അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണ രീതിയാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. അവരെന്താ സംസാരിക്കുന്നത് നോക്കാം. ജെറാർഡാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കാം. ജെറാർഡ് നല്ല രീതിയിൽ, വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ചോദിക്കുകയാണ്, എന്തൊരു സർപ്രൈസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇൻട്രൂഡർ എന്ന് പറയുന്ന അകത്തേക്ക് വന്ന വ്യക്തി, ആ സ്ട്രേഞ്ചറിനോട് ഇദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കണ്ട് സന്തോഷം തോന്നിയേക്കാം, പക്ഷേ കുറേ നേരത്തേക്ക് അത് നീണ്ടു നിൽക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തോക്ക് കാണിച്ചിട്ട് അദ്ദേഹം പോസ് അപ്പ് എന്ന് പറയുന്നുണ്ട്. തോക്ക് കട്ടിയിട്ട് ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ ജെറാർഡ് എന്താണ് പറയുന്നത്? എനിക്കൊരു ഡ്രാമയായിട്ടാണ് ഇതെല്ലാം തോന്നുന്നത്, ഇതൊരു ഒറിജിനൽ ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? നിങ്ങൾ സമാധാനപ്പെടേ, ബി കാം, അതായത് നിങ്ങൾ സമാധാനപ്പെടേ, ട്രൈങ് ടു ബി കാം. ആൻഡ് ഈ എന്ന് കൊടുത്തിരിക്കുന്ന 2 പേർക്ക് പരസ്പരം പേരറിയാത്തത് കൊണ്ടാണ് മിസ്റ്റർ അല്ലെങ്കിൽ ഇൻട്രൂഡർ സംസാരിക്കുമ്പോഴും എന്നിട്ടിട്ട് ഈ ബ്ലാങ്ക് കൊടുത്തിരിക്കുന്നത്. പേരറിയാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ട. അടുത്തത് എന്താണ്? ജെറാർഡ് അദ്ദേഹം പറയാണ്, എനിക്കിത് ഒരു ഡ്രാമയായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ജെറാർഡ് പറയാണ്, നിങ്ങൾ
ഓവർ എക്സൈറ്റഡ് ആണല്ലോ. ഈ ഇൻട്രൂഡറോട് പറയണം നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആണല്ലോ, പിന്നെ നിങ്ങൾ അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല എന്നാണ് അടുത്തത് പറയുന്നത്. അടുത്ത ഇൻട്രൂഡർ പറയുന്നു, ഒരുപാട് നന്ദി, നിങ്ങളുടെ സ്മാർട്ട്നെസ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ഇതിൽ കൂടെ എഴയും, ഈ നിലത്ത് കൂടെ എഴയും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് ഇൻട്രൂഡർ പറയുകയാണത്. ഇത്രയും ഇൻട്രൂഡറാണ് ജെറാൾഡിനോട് പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. അപ്പം ജെറാൾഡ് എന്താ പറയുന്നത്? ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ഈ പൊസിഷൻ ഒന്ന് മാറി കംഫർട്ടായിട്ടിരിക്കണം, നിങ്ങൾ കംഫർട്ട് അല്ലേന്ന്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? അവിടെ ഇരിക്കൂ, നിൻ്റെ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് നടക്കൂല, അതായത് നിൻ്റെ ബിസിനസ്സൊന്നും എൻ്റെ അടുത്ത് നടക്കൂല, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? ഇപ്പം നമുക്കൊരു ചെറിയൊരു സംസാരം തമ്മിൽ നമുക്കൊരു ടോക്ക് നടത്താമെന്നാണ് പറയുന്നത്. വി വിൽ ഹാവ് എ നൈസ് ലിറ്റിൽ ടോക്ക് എബൌട്ട് യുവർ സെൽഫ്. നമുക്ക് തമ്മിലൊരു ടോക്ക് നടത്താം. അപ്പോൾ എന്താ ജെറാൾഡ് എന്താ പറയുന്നത്? എൻ്റെ സ്റ്റോറി കേൾക്കാൻ എനിക്ക് ഒരാളെ കൂടെ കിട്ടി, അതായത് ജെറാൾഡിൻ്റെ സ്റ്റോറി കേൾക്കാൻ വേണ്ടി എനിക്ക് ഒരാളെ കൂടി കിട്ടി. ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ തയ്യാറാണ്. ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ കൊള്ളക്കാരൻ എന്നെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 32ാമത്തെ വയസ്സിൽ ഈ കോട്ടേജിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? കീപ്പ് ഇറ്റ് ടു യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. യു ലിവ് ഹിയർ അലോൺ വെൽ ഡു യു. അതായത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറയൂ. നീ ഒറ്റയ്ക്കാണോ നീ താമസിക്കുന്നത്? അതെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെറാൾഡ് അതിന് ആൻസറായിട്ട് പറയാണ്, ഐ ആം സോറി, ഐ തോട്ട് യു വെർ ടെല്ലിങ് മീ, നോട്ട് ആസ്കിങ് മീ എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫെക്ഷൻ, യുവർ വോയിസസ് അൺഫെമിലിയർ. അതായത് ജെറാൾഡ് അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുകയാണ്, സോറി, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ ആൻസർ പറയുകയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നിങ്ങളെ പരിചയമില്ലാത്തതിനാൽ എനിക്ക് നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് ചോദിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് സോറി പറയുകയാണ് ജെറാൾഡ്. അപ്പോൾ ഇൻട്രൂഡർ അതിന് ഉത്തരമായിട്ട് കുറച്ചൊരു ധാർഷ്ട്യത്തിൽ പറയുകയാണ്, ഡു യു ലിവ് ഹിയർ അലോൺ. അതായത് കുറച്ചൊരു ധാർഷ്ട്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അപ്പോൾ ജെറാൾഡ് പറയാണ്, ആൻഡ് ഇഫ് ഐ ഡോണ്ട് ആൻസർ, നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നില്ലെങ്കിലോ? അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, യു ഹാവ് ഗോട്ട് എനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. അതായത് യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. മറുപടി തന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് ഇൻട്രൂഡർ പറയാണ്, നിങ്ങൾക്ക് വേദനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയുക തന്നെ വേണം, നിങ്ങൾ ഉത്തരം പറയുക തന്നെ വേണം എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അപ്പോൾ ജെറാൾഡ് അതിന് ആൻസറായിട്ട്, ഐ തിങ്ക് ഗുഡ് സെൻസ് ഈസ് ഷോൺ മോർ ഇൻ ദ എബിലിറ്റി ടു അവോയ്ഡ് പെയിൻ ദാൻ ഇൻ മിയർ ഡിസയർ ടു ഡു സോ. വാട്ട് ഡു യു തിങ്ക് മിസ്റ്റർ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന പേര് തമ്മിൽ അറിയാത്തത് കൊണ്ടാണ് ഈ എന്നിട്ട് ബ്ലാങ്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ജെറാൾഡ് പറയുന്നതാണ്, നല്ലൊരു എബിലിറ്റിയാണ് വിത്തൗട്ട് പെയിൻ ഇല്ലാതെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നല്ലൊരു എബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിനൊരു നല്ല സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പെയിൻ അവോയ്ഡ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് മിസ്റ്റർ ഇൻട്രൂഡറോട് ജെറാൾഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, നെവർ മൈൻഡ് മൈ നെയിം, ഐ ലൈക്ക് യുവർ ബെറ്റർ മിസ്റ്റർ ജെറാൾഡ്, വാട്ട് ആർ യുവർ ക്രിസ്ത്യൻ നെയിംസ്. അതായത് ഇൻട്രൂഡർ പറയാണ്, നെവർ മൈൻഡ് മൈ നെയിം, എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്താണ് നിങ്ങളുടെ ക്രിസ്ത്യൻ നെയിം? അപ്പോൾ ജെറാൾഡ് അതിന് ഉത്തരമായിട്ട് പറയേണ്ടത് വിൻസെൻറ്റ് ചാർലസ്. വിൻസെൻറ്റ് ചാർലസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ സെക്കൻഡിലാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ സെക്കൻഡിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇൻട്രൂഡർ വരാനുള്ള കാരണം എന്താണ് എന്നാണ് ഈ
സെക്ഷൻ സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ മൂവ് ഓർ പ്ലാൻ ടു മൂവ്, അതായത് ഇൻട്രൂഡറും ജെറാർഡും ആ ഹൗസിൽ നടക്കുന്ന സംഭാഷണവും അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഇൻട്രൂഡറാണ്. ഡു യു റൺ എ കാർ, നിങ്ങൾക്ക് കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജെറാർഡ് പറയുന്നു ഇല്ല, നോ. ഇൻട്രൂഡർ കള്ളമാണ്, വിഡ്ഢിയല്ല ഞാൻ, നിങ്ങൾക്ക് കാറുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളെക്കാൾ സ്മാർട്ടാണ് ഞാൻ, കള്ളം പറയരുത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ജെറാർഡ് എന്താ പറയുന്നത്, കാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഗ്യാരേജിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻട്രൂഡറോ ഇറ്റ്സ് ഓക്കെ, അതായത് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ടോ, ഓക്കെ, കാറില്ല എന്ന് പറഞ്ഞത് ഓക്കെ, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ. അപ്പോൾ ജെറാർഡ് പറയുന്നത് വളരെ കുറവാണ്, സർപ്രൈസായിട്ട് ചിലർ ഒരു ഫ്യൂ പീപ്പിൾ വരാറുള്ളൂ, പിന്നെ ബേക്കേഴ്സ് വരാറുണ്ട്, പച്ചക്കറികൾ വിൽക്കുന്ന ആൾ വരാറുണ്ട്, പാല് വിൽക്കുന്ന ആളും വരാറുണ്ട്, അല്ലാണ്ട് ഇവിടേക്ക് ആരും വിസിറ്റേഴ്സായിട്ട് വരാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് പറയുന്നത്, ഐ ഹാപ്പൻ ടു നോ ദാറ്റ് യു നെവർ സീ ട്രേഡ്സ് പീപ്പിൾ, അതായത് ഇൻട്രൂഡർ പറയാണ് നിങ്ങൾ ട്രേഡ് പീപ്പിളിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അപ്പം ജെറാൾഡ് എന്താ പറയുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും, അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞുകൂടെ, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാൻ കുറച്ച് കഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, ഞാൻ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് പറയുന്നത്, എന്നെക്കുറിച്ച് ഒരുപാട് പറയാം, നിന്നേക്കാൾ സ്മാർട്ടാണ് ഞാൻ, എനിക്ക് ബ്രെയിനുണ്ട്, ഞാൻ ഈ നിലയിലെത്തിയതിന് കാരണം എൻ്റെ ബ്രെയിനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് സ്വയം പുകഴ്ത്തിയാണ് ഇൻട്രൂഡർ തന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ജെറാൾഡ് പറയാണ് അത്രയ്ക്കും ബ്രെയിനിൻ്റെ ആവശ്യമില്ല ഈ കോട്ടേജിൽ വരാൻ എന്ന് പറയാണ്, ഒരു കളിയാക്കിയ രീതിയിൽ പറയാണ്, അത്രയ്ക്കും ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ അടുത്തേക്ക് ഈ കോട്ടേജിലേക്ക് വരാനെന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് പറയുന്നത്, ഞാൻ എന്തിനാണെന്ന് വന്നതെന്ന് അറിഞ്ഞാൽ നിനക്ക് സർപ്രൈസ് ആവും, ബട്ട് അതൊരു സന്തോഷമാവില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു കാരണത്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അപ്പോൾ ജെറാർഡ് എന്താ പറയുന്നത്, നിൻ്റെ രൂപം വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ ജെറാർഡ് പറയാണ്, നിൻ്റെ രൂപം വെച്ച് എനിക്ക് മനസ്സിലായി, ഏത് കുറ്റകൃത്യത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് എനിക്ക് നിൻ്റെ ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ അതിന് ഇൻട്രൂഡർ പറയാണ്, കൂടുതലായും ജ്വൽസ് മോഷ്ടിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, മോഷണത്തിലാണ് ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഇൻട്രൂഡർ പറയുന്നത്. ഇൻട്രൂഡർ പറയുന്നത് എന്താണ്, ഏത് കുറ്റകൃത്യത്തിൻ്റെ ജെറാർഡാണ് അങ്ങനെ പറയുന്നത്, ഏത് കുറ്റകൃത്യത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് എന്ന് ജെറാർഡാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഏത് കുറ്റകൃത്യത്തിൻ്റെ ആളാണെന്ന് എനിക്ക് സ്പെഷ്യലിസ്റ്റാണ് എന്ന് എനിക്കും വളരെ മനസ്സിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇൻട്രൂഡർ പറയുന്നത്, ഞാൻ കൂടുതലായും ജ്വൽസാണ് മോഷ്ടിക്കുക, നിങ്ങളുടെ കാർ എന്നെ സഹായിക്കും, അതിനായിട്ട് നിങ്ങളുടെ കാറുള്ള കാറാണ് ഡാൻഡി കാർ എന്ന് പറയുന്നത്, വളരെ നല്ല കാർ എന്നുള്ള അർത്ഥമാണ് ഈ ഡാൻഡി കാർ എന്നുള്ളതിന്. ഇപ്പോൾ ജെറാർഡ് എന്താ പറയുന്നത്, ഞാൻ പേടിക്കുന്നു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വൽസ് ഇവിടെ കുറവാണ്, ഈ ഇംഗ്ലണ്ടിലൊക്കെ ജ്വൽസ് അധികമൊന്നും ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത ഇൻട്രൂഡർ എന്താ പറയുന്നത്, എന്നെ പോലീസുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് വരുന്നത്, അപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് ഒരു എന്താ പറയുക സേഫായിട്ടാണ് കരുതുന്നത്, കാരണം ഇവിടേക്ക് ആരും വരില്ലല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്നെ പോലീസുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ താമസിക്കുന്നത് ആരും അവർക്ക് അത്ര വേഗം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജെറാർഡ് പറയാണ്, യു മീൻ ടു ലിവ് വിത്ത് മീ ആസ് ലിറ്റിൽ സഡൻ ഈസിൻറ്റ് ഇറ്റ്, യു ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. അതായത് ജെറാർഡ് പറയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ക്ഷണിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിങ്ങനെയാണ് നിങ്ങളിവിടെ താമസിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, യു വോണ്ട്
be here long, so I didn't trouble to ask. You won't be here long, so I didn't trouble to ask. നിങ്ങളതിനിവിടെ കുറേ കാലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എന്താ ജെറാർഡ് പറയുന്നത്? വാട്ട് ഡു യു മീൻ? എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇൻട്രൂഡർ പറയുന്നത് ഇതാണ് സർപ്രൈസ്, ഐ വിൽ കിൽ യു. അതായത് ഇൻട്രൂഡർ പറയുകയാണ് ഇതൊരു സർപ്രൈസാണ്, ഐ വിൽ കിൽ യു. അപ്പോൾ ജെറാർഡ് പറയണേ എ ലിറ്റിൽ ഹാർട്ട് isn't it. അതായത് എ ലിറ്റിൽ ഹാഷ് isn't it എന്ന് പറയുന്നത് കുറച്ച് ഉച്ചത്തിൽ, അതെയോ. കൊല്ലുകയാണെന്ന് പറഞ്ഞപ്പോൾ ജെറാർഡ് ഇച്ചിരി ഉച്ചത്തിൽ ചോദിക്കുകയാണ് അതെയോ. അപ്പോൾ ഇൻട്രൂഡർ പറയാണ് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം കൊല്ലുന്നതിൽ എന്ന് ഇൻട്രൂഡർ പറയാണ്. അപ്പോൾ എന്താ ജെറാർഡ് പറയണേ? ജെറാർഡ് എന്താണ് പറയുന്നത്? Why add murder to your other crimes? It's a grave step you are taking. അതായത് ജെറാർഡ് പറയാണ് മർഡർ എന്ന് പറയുന്നത് വേറൊരു ക്രൈമാണ്, മോഷ്ടിക്കുന്നത് കൂടാതെ നിങ്ങൾ സ്വയം എന്തിനാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ കൂടെ കൊണ്ടു നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് ഇൻട്രൂഡർ എന്താണ് പറയുന്നത്? ഓൾറെഡി ഞാനൊരു മർഡർ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടി ചെയ്താൽ പക്ഷെ അവർ എന്നെ 2 പ്രാവശ്യം തൂക്കിക്കൊല്ലുകയൊന്നുമില്ലല്ലോ എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2 കഴിഞ്ഞു. ഇത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്ഷൻ 3 എന്താ പറയുന്നത് നോക്കാം. ദ ഇൻട്രൂഡർ threatens to kill Gerard. Is Gerard afraid? Is he nervous? Does the intruder carry out his threat? അതായത് ജെറാർഡിനെ പേടിപ്പിക്കുകയാണോ? അല്ല, ജെറാർഡ് പേടിച്ചോ? കൊല്ലുന്നു പറഞ്ഞപ്പോൾ ജെറാർഡ് പേടിച്ചോ? അതോ ഈസ് ഹി നെർവസ്? ഡസ് ദ ഇൻട്രൂഡർ ക്യാരി ഔട്ട് ഹിസ് ട്രീറ്റ്? അതായത് ജെറാർഡ് ഈ ഇൻട്രൂഡർ പറഞ്ഞല്ലോ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ജെറാർഡ് പേടിച്ചോ അതോ ഒരു നെർവസ് മാത്രമാണോ ഉണ്ടായിരുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ജെറാർഡാണ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ തുടങ്ങുന്നത്. ജെറാർഡിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. എന്താണെന്ന് നോക്കാം. ജെറാർഡ് പറയുന്നു, യു ആർ പ്ലാനിങ് എ ഡബിൾ മർഡർ, സോ ടു സ്പീക്ക്. അഡ്മിറ്റഡ് യു ഹാവ് നത്തിങ് ടു ലോസ്, ബട്ട് വാട്ട് ഹാവ് യു ടു ഗെയിൻ? എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നു 2 മർഡറിൻ്റെ കാര്യം നിനക്കൊന്നും നഷ്ടമാവില്ല, ബട്ട് എന്താണ് നിനക്ക് ലാഭം? നിങ്ങൾ ഈ 2 മർഡറിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്കൊന്നും നഷ്ടമാവാനില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ 2 മർഡർ കൊണ്ട് ലഭിക്കുന്നത് എന്നാണ് ജെറാർഡ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും, എനിക്ക് നിൻ്റെ ഐഡൻറ്റിറ്റി കിട്ടിയാൽ എവിടെ വേണമെങ്കിലും പോവാം, പേടിക്കേണ്ടതില്ല. അതായത് എനിക്കിങ്ങനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫ്രീഡം കിട്ടും, അതുകൊണ്ട് നിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, എന്നെ ആരും കണ്ടുപിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ജെറാർഡ് പറയുന്നത്? വില്ലൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിഡ്ഢിയാണ്, ബട്ട് നീ ഒരു ലക്കിയാണ്, നിനക്കൊരു ടെൻഷനും ഇല്ലല്ലോ എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ് നീയായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും, ഐ ക്യാൻ ഇനിഷ്യേറ്റ് യു. അതായത് എനിക്ക് നിന്നെപ്പോലെ അനുകരിക്കാൻ കഴിയും, നീയായിട്ട് സംസാരിക്കാൻ കഴിയും, എനിക്ക് നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് ഇൻട്രൂഡർ പറയുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? നിന്നെ കാണാൻ ഒരു ആകർഷണമൊന്നുമില്ലല്ലോ എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? നോ, വെൽ ദാറ്റ് ഗോസ് ഫോർ യു ടു. ഐ ഹാവ് ഓൺലി ഗോട്ട് ടു വിയർ specs and I will look enough like you to get away with it. No, well that goes for you too. I have only got to wear specs and I will look enough like you to get away with it. എന്താണ് പറയുന്നത്? ഇൻട്രൂഡർ എന്തെന്ന് പറയുന്നത്? അത് പ്രശ്നമൊന്നുമില്ല, ഒരു സ്പെക്സ് വെച്ചാൽ നിന്നെ പോലെയാവും, ബാക്കിയൊക്കെ എനിക്ക് അനുകരിക്കാവുന്നതേ ഉള്ളൂ, ഒരു സ്പെക്സിൻ്റെ കുറവേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജെറാർഡ് എന്താ പറയുന്നത്? വാട്ട് അബൌട്ട് യുവർ ക്ലോത്ത്സ്? ദേ വിൽ ലെറ്റ് യു ഡൗൺ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. എന്താണ് പറയുന്നത്? ഈ പറയുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ എന്താണ്, നിങ്ങൾ ഭാഗ്യവാനാണ്. സോറി മാറിപ്പോയി. അപ്പം ജെറാർഡ് എന്താ പറയണത്?
നിൻ്റെ ഡ്രസ്സ് കണ്ടാൽ അറിയാം ഞാനല്ലെന്നറിയാം. അപ്പോൾ ജെറാഡ് പറയാണ് അതൊന്നും പ്രശ്നമല്ല, നിൻ്റെ ഡ്രസ്സ് എനിക്ക് സ്യൂട്ടാവും, ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജെറാഡ് എന്താണ് പറയുന്നത്, ഇൻട്രൂഡറാണ് ഇത് പറയുന്നത്, നിൻ്റെ ഡ്രസ്സ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സ്യൂട്ടാവും, എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഇൻട്രൂഡർ പറയാണ്. അതിന് ആൻസറായിട്ടാണ് ജെറാഡ് പറയുന്നത്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്, നിങ്ങൾ ഭാഗ്യവാനാണ്, നല്ലൊരു വില്ലനാണ്, ഞാൻ നിങ്ങളെ പൊക്കി പറയുന്നതല്ല, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല, നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യമുള്ളത് കൊണ്ട് എന്ന് ജെറാഡ് പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് പറയുന്നത്, അതാണോ, ചിന്തിക്ക്, നീ നല്ലപോലെ ചിന്തിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെറാഡ് എന്താണ് പറയുന്നത്, ദൈവത്തിന് നന്ദി പറയുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്നതിൽ എന്നെ പോവാൻ അനുവദിക്കുമല്ലോ, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കുമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്, എനിക്ക് ഈ സംസാരത്തിൽ ബോറാവുകയാണ്, എന്താണ് പറയാനുള്ളതെന്ന് പറയൂ. അപ്പോൾ ജെറാഡ് എന്താ പറയുന്നത്, നിങ്ങളുടെ ഐഡിയ എന്നെ കൊന്നിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി നേടുക എന്നതല്ലേ. അപ്പോൾ ഇൻട്രൂഡർ പറയുന്നു അതാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്താ ജെറാഡ് പറയുന്നത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, ഇവിടെ ശ്രദ്ധിക്കൂ, ഞാനിതൊക്കെ പ്ലാൻ ചെയ്തു വന്നതാണ്, ടൗണിൽ ജോബ് ചെയ്യുകയായിരുന്നു, ഒരു പോലീസിനെ കൊല ചെയ്തിട്ട് വരികയാണ്, അപ്പോൾ എനിക്കിത് ഒളിച്ച് താമസിക്കുക എന്നത് എൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. അപ്പോൾ ഈ ഒളിച്ച് താമസിക്കുമ്പോൾ ആരും കാണാത്ത വിധത്തിൽ ഒളിച്ച് താമസിക്കുക എന്നത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് വന്നതാണ് എന്ന് പറയുകയാണ് ഇൻട്രൂഡർ. അപ്പോൾ ജെറാഡ് എന്താണ് പറയുന്നത്, ആ വരവ് നിന്നെ ഇവിടേക്കാണോ എത്തിച്ചത്. അപ്പോൾ ഇൻട്രൂഡർ പറയുകയാണ്, അയൽസ്ബറിയിലേക്കാണ് പോയത്, എത്തിച്ചത്, നിങ്ങളവിടെ നിങ്ങളുടെ കാർ അവിടെ ഞാൻ കണ്ടിരുന്നു, അവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായി, നിങ്ങളൊരു മിസ്റ്ററി മാനാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് പറയുന്നത്, എയിൽസ്ബറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൗണാണ്. അപ്പോൾ ഇൻട്രൂഡർ പറഞ്ഞതാണ് എയിൽസ്ബറിയിൽ നിങ്ങളുടെ കാറ് കണ്ടു, നിങ്ങളെക്കുറിച്ച് അവിടെയുള്ളവർ സംസാരിക്കുന്നത് കേട്ടു, നിങ്ങളൊരു മിസ്റ്ററി മാനാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ജെറാഡ് പറയാണ്, ആ ഒരു കാര്യം ആണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെക്ഷൻ 3 കഴിയാണ്. അടുത്തത് വരുന്നത് സെക്ഷൻ 4 ആണ്. എന്താണ്, ജെറാഡ് വാസ് എ മിസ്റ്ററി മാൻ. വൈ ഡിഡ് ഹി ആക്ട് ഇൻ എ മിസ്റ്റീരിയസ് വേ? Was he also crook like the intruder? Let's find out what happens to Gerard and the intruder. അവർക്ക് തമ്മിൽ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ 4th പാരയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ സംസാരിക്കുന്നത് ഇൻട്രൂഡറാണ്. നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്യും, പെട്ടെന്ന് ഇറങ്ങിപ്പോവും, പിന്നീട് പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറയുന്ന വരികളിൽ. വളരെ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ സ്ഥാനത്തിരുന്നാൽ എനിക്കൊരു പ്രോബ്ലവും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഭാഗ്യവാനാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ സ്ഥാനത്തിരുന്നാൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ഐഡൻറ്റിറ്റി മറിച്ച് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പോൾ ജെറാഡ് പറയാണ്, അപ്പാരൻ്റ്ലി യു ഹാവ് നോട്ട് ദ ഇൻ്റലിജൻസ് ടു ആസ്ക് വൈ ഐ ആം സറൗണ്ടഡ് ഇൻ ദിസ് എയർ ഓഫ് മിസ്റ്ററി. അപ്പോൾ എന്താ പറയുന്നത്, മിസ്റ്ററി മാൻ ആണെന്ന് മനസ്സിലായില്ലേ, അത് ചോദിക്കാനുള്ളൊരു ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്നാണ് ജെറാഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്, ദേഷ്യത്തോടെ ഈ പറയുന്നത് കേട്ട് ദേഷ്യം പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പ്രിപ്പയർ ആവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ബോറാവുന്നുണ്ട്, ഇതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ജെറാഡ് എന്താ പറയുന്നത്, നിങ്ങൾ ഇത്ര വിഡ്ഢിയാവരുത്, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും, എൻ്റെ ഐഡിയയിൽ വന്നാൽ പോലും. അപ്പോൾ എന്താണ് പറയുന്നത്, നീ എന്താണ് വിചാരിച്ചത്, ഇന്നിവിടെ കണ്ടാൽ നാളെ ഇവിടെ എന്നെ കാണില്ലെന്നാണോ, ഞാനൊരു കച്ചവടക്കാരനെ കണ്ടിട്ടില്ലെന്നാണോ, നിങ്ങളെ അവർ വഞ്ചിച്ചതാണ്, അതായത് ഈ പറഞ്ഞവർ നിങ്ങളെ വഞ്ചിച്ചതായിരിക്കും, ഞാനൊരു സത്യസന്ധനായൊരു വ്യക്തിയാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്, നിങ്ങളൊരു നുണയനാവാം, നിങ്ങൾ മേ ബി ഒരു ലയർ ആവാം, യു മേ ബി എ ലയർ. അപ്പോൾ ജെറാഡ് പറയുന്നു, എനിക്കും ഇതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു
പ്രോബ്ലം നടന്നിട്ടുണ്ട്. കൂടെയുള്ള അയാളെ പിടിച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തെ കിട്ടിയില്ല. ഞാനതുകൊണ്ട് ഇവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് പാക്കിംഗ് നടത്തുകയാണ്. ഇദ്ദേഹത്തിന് ഇതുപോലൊരു ക്രിമിനൽ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള ആ വ്യക്തിനെ പോലീസുകാർ പിടിച്ചു. അതുകൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ് എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? ഇറ്റ്സ് എ ബാഗ് ഓൾ റൈറ്റ് ആൻഡ് ദിസ് ഈസ് എ ഗൺ ഓൾ റൈറ്റ്, വാട്ട് ഈസ് ഓൾ ദിസ്? അപ്പോൾ എന്താ പറയുന്നത്? ഇൻട്രൂഡർ പറയുന്നത് അത് ബാഗാണെന്നും ഇത് ഗണ്ണാണെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഒക്കെ കൂടി കൺഫ്യൂഷനായി പോയി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ജെറാർഡ് പറയണേ? എന്നെ മനസ്സിലാവാതിരിക്കാൻ ധരിക്കാനുള്ള തിങ്സാണിതിൽ. ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, അതായത് പോലീസിൽ നിന്നും തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ധരിക്കാനുള്ള മീശയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ബാഗിൽ. ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഇൻട്രൂഡർ എന്താ പറയുന്നത്? ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജെറാർഡ് പറയാണ്, ദൈവത്തിൻ്റെ ഭാഗ്യത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഞാൻ പറയുന്നത് കള്ളമാണ് എന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഗ്യാരേജിലെ കാർ എടുത്തിട്ട് നമുക്ക് പോകാം, സമയം കളയാനില്ല എന്നാണ് ജെറാർഡ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, ചിലപ്പോൾ ശരിയാവാം, നിങ്ങൾ പറയുന്നതൊക്കെ ചിലപ്പോൾ ശരിയാവാം എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അപ്പോൾ ജെറാർഡ് പറയാണ്, ദെൻ ഡോണ്ട് വേസ്റ്റ് ടൈം, ഗോസ് ആൻഡ് പിക്കപ്പ് ഹാറ്റ് ആൻഡ് ബാഗ്. അപ്പോൾ ജെറാർഡ് ഇൻട്രൂഡറോട് പറയാണ്, സമയം കളയാനില്ല, പോയി ബാഗും തൊപ്പിയും എടുത്തിട്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ, കെയർഫുൾ ബോസ്, ഐ ആം വാച്ചിങ് യു. അതായത് എന്തെന്നാ പറയുന്നത്? ശ്രദ്ധിച്ച് ചെയ്യും, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാം. അപ്പോൾ ജെറാർഡ് പറയാണ്, ഞാൻ വഴിയിൽ ഒരാളെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പോലീസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യും. പോലീസ് വരുന്നതിന് മുന്നേ നമുക്ക് രക്ഷപ്പെടേണ്ടത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ട് നമ്മൾ പോലീസ് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡർ പറയാം, ഹൗ ഡു ഐ നോ ദാറ്റ്? എന്തെന്നാ പറയുന്നത് ഇൻട്രൂഡർ? ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഇൻട്രൂഡർ പറയാണ്, ഹൗ ഡു ഐ നോ ദാറ്റ്? പക്ഷെ അതെങ്ങനെ ചെയ്യും? എനിക്കതൊക്കെ മനസ്സിലായി, പക്ഷെ അതെങ്ങനെ സാധിക്കും എന്നാണ് ഇൻട്രൂഡർ ചോദിക്കുന്നത്. അപ്പോൾ ജെറാർഡ് പറയാണ്, നീ ഒരു ഫൂളാവരുത്, നീ തന്നെ ലുക്ക് യുവർ സെൽഫ്. അതായത് ജെറാർഡ് പറയണ, നീ ഒരു ഫൂളാവരുത്, ലുക്ക് യുവർ സെൽഫ്, നീ തന്നെ ചിന്തിച്ച് നോക്ക് എന്ന് പറയുകയാണ്. ജെറാർഡിൻ്റെ പിന്നിൽ തന്നെ ഇൻട്രൂഡർ ഉണ്ടായിരുന്നു, റിവോൾവറും ഉണ്ടായിരുന്നു. ഇൻട്രൂഡർ തല തിരിച്ച് നോക്കിയപ്പോൾ കബോർഡിലേക്ക് ഇട്ടിട്ട് റിവോൾവർ ഇൻട്രൂഡറിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ട് ഡോർ അടച്ചതിന് ശേഷം ഫോൺ ചെയ്യാൻ പോയി. ജെറാർഡ് ഫോൺ ചെയ്യാൻ പോകുന്നു. ഇൻട്രൂഡർ അവിടെ ടേബിളിൽ ഹെഡ് പിടിച്ച് as he turns his head, Gerard gives him a push into the cupboard, knocking the revolver out of his hand. He slams the door and locks, picks up the revolver and goes to the phone, where he stands with the gun pointed at the cupboard door. എവിടെയാണ് ഫോൺ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് പോയി ഫോൺ ചെയ്യാൻ തുടങ്ങി ജെറാർഡ് എന്നാണ് പറയുന്നത്. ഡോർ അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൂഡർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, ലെറ്റ് മീ ഔട്ട് ഓഫ് ഹിയർ, എന്നെ പുറത്തേക്ക് അയക്കൂ, എന്നെ പുറത്തേക്ക് വിടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജെറാർഡ് എന്താ പറയുന്നത്? ഹലോ, യെസ് സ്പീക്കിംഗ്, സോറി ഐ കാൻ ലെറ്റ് യു ഹാവ് ദ ഡ്രസ് ഇൻ ടൈം ഫോർ റിഹേഴ്സൽ. ഐ ഹാവ് ഹാഡ് എ സ്പോട്ട് ഓഫ് ബോദർ, ക്വൈറ്റ് അമ്യൂസിങ്. ഐ തിങ്ക് ഐ വിൽ പുട്ട് ഇറ്റ് in my next play. Listen, can you tell our friend the surgeon to come up here at once? You will probably find him in the public bar. എന്താണ് പറയുന്നത്? നിങ്ങൾ പറഞ്ഞ ആ ഡ്രസ്സ് എനിക്ക് അയക്കാൻ പറ്റിയില്ല, ഇന്നിവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, അതുകൊണ്ട് ടൈം കിട്ടിയില്ല, അടുത്ത നാടകത്തിൽ ഈ സ്റ്റോറി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ജെറാൾഡിൻ്റെ ഫ്രണ്ടായ പോലീസ് ആണ്, അദ്ദേഹം ക്ലബിലുണ്ടാവും, അദ്ദേഹത്തോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ എന്നാണ് ആ ഫോണിലെ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഇച്ചിരി വലിയൊരു ബ്രീഫായിട്ടുള്ളൊരു സസ്പെൻസ് അല്ല, ഒരു ക്രൈം സ്റ്റോറിയാണ്. എന്നാൽ കൂടി ഒരു ചെറിയ സസ്പെൻസൊക്കെ വെച്ചിട്ട് ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കുറച്ച് ഇതൊരു എസ്സേ ആയിട്ടും വരാം, ഇതിൽ നിന്ന് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും ഷോർട്ട് സ്റ്റോറീസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇതൊരു സ്റ്റോറി ആയിട്ട് തന്നെ മനസ്സിൽ വയ്ക്കുക.
അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. ഈസി ആണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമുക്കെന്തും മുന്നോട്ട് വായിക്കാൻ. ഇത് ഫസ്റ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി കഷ്ടമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.